ഹലോ, അനലോഗ് ജീവിതത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഒരു പുതിയ മെത്തേഡ് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. പുതിയ മെത്തേഡാണോ എന്ന് ചോദിച്ചാലാണ്, അല്ലേ എന്ന് ചോദിച്ചാലല്ല. സോ ഫ്യൂച്ചർ ലോഗ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? നിങ്ങൾ ബുള്ളറ്റ് ജേർണൽ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മയുണ്ടാവും, ഇല്ലെങ്കിൽ അത് കണ്ടിട്ട് വരിക. സോ ഫ്യൂച്ചർ ലോഗ് നമ്മളിങ്ങനെയാണ് സെറ്റ് ചെയ്തത്. ഓരോ മാസത്തിനും ഓരോ ക്വാർട്ടർ ഓഫ് എ പേജ് ഓരോ മാസത്തിനും കൊടുക്കുന്നു. ചെയ്യാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവൻറ്റ്സ് ലൈക്ക് ബർത്ത്ഡേ, റൈറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അതിലെഴുതി വെച്ചു, റൈറ്റ്. ഇനി ഫ്യൂച്ചർ ലോഗിനെ വേറൊരു തരത്തിൽ അവതരിപ്പിക്കുന്നതാണ് അലിസ്റ്റെയർ മെത്തേഡ്. ഫ്യൂച്ചർ ലോഗിന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിന് ഉപയോഗിക്കാം, വീക്ക്ലി പ്ലാനിങ്ങിന് ഉപയോഗിക്കാം. ബുള്ളറ്റ് ജേർണലിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു വന്ന എല്ലാ തരത്തിലുള്ള ഫ്ലെക്സിബിലിറ്റിയും ഇതിലുണ്ട്. ഇനി പേരിൻ്റെ ഒരു കാരണം കൂടി പറയാം. അലിസ്റ്റെയർ ജോൺസ്റ്റൺ എന്ന് പറയുന്ന ഒരാൾ, ആ ചേട്ടാ അയാളുടെ ബ്ലോഗിൽ അവതരിപ്പിച്ച ഒരു മെത്തേഡാണ്. പുള്ളി ട്രൈ ചെയ്തിട്ട് ഫ്യൂച്ചർ ലോഗിനെ കുറച്ചും കൂടി പുള്ളിക്ക് ഫ്ലെക്സിബിലിറ്റി വേണമെന്ന് തോന്നി. അങ്ങനെ അലിസ്റ്റെയർ മെത്തേഡ് എന്ന പേരിൽ പുള്ളിയുടെ ബ്ലോഗിൽ ഇത് അവതരിപ്പിച്ചു. സോ അതാണ് അതിൻ്റെ കഥ. ഇനി ഇതെങ്ങനെയാണെന്ന് പറയാം. ഞാനിതിൽ വീക്ക്ലി പ്ലാനിങ് ആണ് ഇതിന് എക്സാമ്പിളായിട്ട് ഉപയോഗിക്കുന്നത്. ഫ്യൂച്ചർ ലോഗും നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. അതൊക്കെ നമുക്ക് മേ ബി രണ്ടാമത് സമയമുണ്ടെങ്കിൽ വരാം. സോ ആസ് യൂഷ്വൽ ഞാനൊരു എംപ്റ്റി സ്പ്രെഡ് എടുത്തിട്ടുണ്ട്. സോ വീക്ക്ലി സ്പ്രെഡ് ആയതുകൊണ്ട് വീക്കിൻ്റെ ഡേറ്റ് ഞാൻ എഴുതുന്നു. സോ 3rd November to say 9th November, right? ഇവിടെയും അത് തന്നെ എഴുതാം. ഓക്കെ. സോ ഇനി ചെയ്യേണ്ടത്, ഇത് വീക്ക്ലി സ്പ്രെഡ് ആയതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഏരിയ ഇവിടെ ഞാനിതിനെ ഈ കോളം മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. ഓക്കെ. എന്നിട്ട് ഇവിടെ ഈ ലൈൻ താഴേക്ക് വരയ്ക്കുന്നു. ഓക്കെ. ഇവിടെ ഈ ലൈനും ഇങ്ങോട്ട് വരച്ചു. ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഡോട്ട് ഗ്രിഡാണ്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻസ് ഇടേണ്ട ആവശ്യമില്ല. ഒരു പരിധി വരെ ഇത് വിസിബിളാണ്. സോ വീക്ക് നമ്മളിവിടെ ഇത് ചെയ്തു. ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവൻറ്റ്സ് നമ്മളിവിടെ എഴുതുന്നു. അതിന് നമ്മുടെ ബേസിക് ബുള്ളറ്റ് ജേർണലിൻ്റെ നൊട്ടേഷൻസ് യൂസ് ചെയ്യുന്നു. അഗെയിൻ ബുള്ളറ്റ് ജേർണൽ നൊട്ടേഷൻസ് എന്താണെന്ന് അറിയണമെങ്കിൽ ബുള്ളറ്റ് ജേർണലിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ കാണുക. സോ നമ്മൾ ആദ്യത്തെ ടാസ്ക് എഴുതുകയാണ്. ബൈ ഗ്രോസറി എന്ന് എഴുതി നോക്കൂ. ഇനി ഇതിൽ അതേത് ഡേറ്റിലാണ് ചെയ്യേണ്ടതെന്നനുസരിച്ച്, ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നോക്കി, എനിക്ക് വെനസ്ഡേ ആണ് അത് വാങ്ങിക്കേണ്ടത്. സോ ഈ ലൈനിൽ വെനസ്ഡേയുടെ അടിയിൽ പോയിട്ട് ഡോട്ട് ഇടുന്നു. ഡോട്ടാണ് ബുള്ളറ്റ് ജേർണലിലെ ടാസ്ക്. ഇനി സാറ്റർഡേ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. സോ ബർത്ത്ഡേ പാർട്ടി, റൈറ്റ്. തേഴ്സ്ഡേ റൈറ്റ്. സോ ഇതിൽ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റൈറ്റ് ആൻ ആർട്ടിക്കിൾ എന്നുള്ളത് ഇനി എനിക്ക് തേഴ്സ്ഡേയും വേണം, സാറ്റർഡേയും വേണം. റൈറ്റ് ആൻ ആർട്ടിക്കിൾ എന്നുള്ളത് ഞാൻ ഒരു പ്രാവശ്യം എഴുതി. പക്ഷേ ടാസ്ക് രണ്ട് സ്ഥലത്ത് റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് രണ്ടൊരു സ്ഥലത്ത് ഡോട്ട് ഇട്ടാൽ മതി. ഈ ടാസ്ക് ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇനി ഇതിപ്പോൾ ഞാനൊരു ഹാബിറ്റ് ട്രാക്ക് ചെയ്യാനാണ് ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കുക. സോ ഞാനിവിടെ ജിമ്മെന്ന് എഴുതിയിട്ട് മൺഡേ ടു ഫ്രൈഡേ ആണ് ഞാൻ ജിമ്മിൽ പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ. ഞാൻ ഈ 5 ദിവസത്തേക്ക് ഈ ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ 5 ദിവസവും ആ ടാസ്ക് ഉണ്ട്. പക്ഷേ ഞാൻ ഒരു പ്രാവശ്യം ടാസ്ക് എഴുതിയിട്ടുള്ളൂ. സോ വീക്ക്ലി ഹാബിറ്റ്സും വീക്ക്ലി ടാസ്കുകളും ഇവൻറ്റും നമുക്കിവിടെ എഴുതാം. എഗെയിൻ ഈ പേജ് ഈ വീക്കിൽ നടന്ന സംഭവങ്ങൾ എഴുതിയാൽ എഗെയിൻ കോണ്ടെക്സ്റ്റിന് വേണ്ടിയിട്ട് നമുക്കിവിടെ കണക്ട് ചെയ്യാനും പറ്റും. അതിനാണ് ഈ സ്പ്രെഡിൻ്റെ ഇടത്തെ വശം ഫ്രീ ആയിട്ടിട്ടിരിക്കുന്നത്. ഇനി ബുള്ളറ്റ് ജേർണൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഈ ടാസ്ക് കംപ്ലീറ്റ് ആയാൽ നമ്മൾ ക്രോസ് ചെയ്യുന്നു. ഹാഫ് ആയാൽ ഒരു സ്ലാൻഡേർഡ് ലൈൻ. മൈഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങോട്ടാണ് അത് നെക്സ്റ്റ് ഒരു ഡേയിലേക്കാണ് അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്കാണ് മൈഗ്രേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ നൊട്ടേഷൻ. സോ
ഇത് ഹാബിറ്റാണ്. സോ ഞാനൊരു 3 days ഓക്കെ, ഞാൻ വളരെ നല്ല കൊച്ചാണ്, ഞാൻ എല്ലാ ദിവസവും ജിമ്മിൽ പോയി നിൽക്കും ഇങ്ങനെ. അഥവാ ഇനി ഇത് ഒരു ടാസ്ക് നമ്മൾ എഴുതിയത് നോ ലോങ്ങർ വാലിഡ്, ആ ടാസ്ക് ഇനി ആവശ്യമില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ക്രോസ് ചെയ്യാം. ഹാബിറ്റ്സ്, ടാസ്ക്, ഇവൻറ്റ് എല്ലാം ഈ സ്പ്രെഡിൽ ഒരു പ്രാവശ്യം എഴുതി വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന രീതിയിൽ ഇത് ചെയ്യാം. സോ ഇനി ഇത് എങ്ങനെയാണ് ഫ്യൂച്ചർ ലോഗിൽ, ഇതിപ്പോൾ വീക്ക്ലി സ്പ്രെഡ്, വീക്ക്ലി ടാസ്കും വീക്ക്ലി ഹാബിറ്റ്സും ട്രാക്ക് ചെയ്യാം. ഇനി അലിസ്റ്റെയർ മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ എങ്ങനെ നമ്മുടെ ഫ്യൂച്ചർ ലോഗിനെ, അതായത് അഗെയിൻ ഫ്യൂച്ചർ ലോഗ് എങ്ങനെയാണ് ഇരിക്കുന്നത്, ഫ്യൂച്ചർ ലോഗ് തൽക്കാലം നമ്മുടെ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലേ. ഒരു 4 മാസത്തെ ഫ്യൂച്ചർ ലോഗ് ഞാനിവിടെ ഇൻട്രൊഡക്ഷൻ ബുള്ളറ്റ് ജേർണൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ ഇവിടെ ചെയ്തിരുന്നു. സോ അത് തന്നെ നമുക്കിവിടെ ഒരു 6 months ഫ്യൂച്ചർ ലോഗ് ചെയ്ത് കാണിച്ചു തരാം. സോ ഫ്യൂച്ചർ ലോഗിൽ സാധാരണ ഫ്യൂച്ചർ ലോഗ് എന്ന് ഇവിടെ എഴുതുന്നു, ഇവിടെയും ഫ്യൂച്ചർ ലോഗ് എന്ന് എഴുതുന്നു. ഫ്യൂച്ചർ ലോഗിൽ സാധാരണ ഇവിടെയാണ് നമ്മൾ ടാസ്കുകളും ഇവൻറ്റ്സും എഴുതുക, ഇപ്പുറത്തെ സൈഡിലാണ് നമ്മൾ പേജ് ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ. അലിസ്റ്റെയർ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇവിടെ എന്താകും, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ജൂലൈ, അവിടം വരെ ഞാൻ ജസ്റ്റ് വരച്ചു. അതിന് കുറച്ചും കൂടി വിടുത്തിട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സിംഗിൾ ലെറ്റേഴ്സിന് പകരം ഒരു 3 character JANFEB അങ്ങനെ എഴുതാം. നമ്മൾ ആ വീക്ക്ലി സ്പ്രെഡിൽ ചെയ്തതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ലൈൻ വരയ്ക്കുന്നു. ഇനിയിപ്പോൾ സെയിം മെത്തേഡ് തന്നെ റൈറ്റ്. ഇപ്പോൾ ഇവിടെ കോണ്ടെക്സ്റ്റ്, ഇവൻറ്റ്സ്, നോട്ടുകളെല്ലാം ഇവിടെ വരുന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ജാനുവരിയിൽ ജോയിൻ ജിം എന്നെഴുതുന്നു. ഇടയ്ക്കിടയ്ക്ക് ഫ്രെയിമിൻ്റെ പുറത്തോട്ട് നോട്ട്ബുക്ക് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്, സോറി. ഇനി ഫെബ്രുവരിയിൽ വെഡ്ഡിങ് ആനിവേഴ്സറി ചെയ്യണമെന്ന് വിചാരിക്കും. ഫെബ്രുവരിയിൽ തന്നെ PTA മീറ്റിംഗ് ഉണ്ട്. ഏപ്രിലിൽ ഓക്കെ, ഇത് ടാസ്ക് അല്ല, സോറി, ഇത് ഇവൻ്റാണ്. റിന്യൂ കാർ ഇൻഷുറൻസ്. സോ ഈ PTA മീറ്റിംഗ് ഫെബ്രുവരിയിലും ഉണ്ട്, മെയിലും ഉണ്ടെന്ന് വിചാരിക്കും. 2 സ്ഥലത്തും ഡോട്ട് വരയ്ക്കുന്നു. ജോയിൻ ജിം ഓക്കെ, അതൊരു പ്രാവശ്യമേ ഉള്ളൂ. സോ ഇത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വീണ്ടും ട്രാക്ക് ചെയ്യാം. അതായത് വീണ്ടും ഒരു ഡോട്ട് ഇടേണ്ട ആവശ്യമുള്ളൂ, ഈ ടാസ്ക് വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. സോ അതാണ് അലിസ്റ്റെയർ മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ ഫ്യൂച്ചർ ലോഗ് സെറ്റപ്പ് ചെയ്യുന്നത്. ഇത് അലിസ്റ്റെയർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒരു വീക്ക്ലി ടാസ്ക് മാനേജ്മെൻറ്റ് ഉണ്ടാക്കുന്നത്. ഇനി അലിസ്റ്റെയർ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് കൂടി വേണമെങ്കിൽ ചെയ്യാം. അതിന് ഞാനിപ്പോൾ ഈ ഒരു നോട്ട്ബുക്കിൽ വീഡിയോ കണ്ടൻറ് പ്ലാനിങ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. സോ നവംബർ അലിസ്റ്റെയർ മെത്തേഡിൽ ടാസ്ക് ഉണ്ട്. സോ ഇതിപ്പോൾ ഞാൻ ചെയ്ത സ്ഥിതിക്ക് ക്ലോസ് ഇറ്റ് ഓഫ് റൈറ്റ്. GTD സിസ്റ്റം മോർണിംഗ് പേജസ് ഒക്കെ വരാതിരിക്കുന്ന വീഡിയോസാണ്. സോ മേ ബി മോർണിംഗ് പേജസ് എന്നുള്ളത് ഞാൻ ഡിസംബറിൽ ചെയ്യാമെന്ന് വിചാരിക്കും. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്ങും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ജനുവരിയിലേക്ക് മാറ്റി വെക്കുന്നു. സോ ഇങ്ങനെ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിന് ടാസ്കുകൾ ഇവിടെ എഴുതുന്നു. ഇവിടെ മാസം, ഇവിടെ ടാസ്ക്, അതിന് അടുത്തായിട്ട് നമ്മൾ ഡോട്ട് ഇടുന്നു. ഇതിപ്പോൾ പ്ലെയിൻ വരയില്ലാത്ത നോട്ട് പുസ്തകം ആയതുകൊണ്ട് ഞാൻ ഈ വരകൾ കൂടി വരച്ച് വെച്ചിരിക്കുന്നത് മാത്രം. സോ അതാണ് അലിസ്റ്റെയർ മെത്തേഡ്. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് അറിയിക്കുക. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുമെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിൽ ചെറുതായിട്ടൊന്ന് ക്ലിക്ക് ചെയ്തേക്ക്. പുതിയ വീഡിയോസ് വരുമ്പോൾ ഇനിയും ഒരുപാട് നിങ്ങൾ കണ്ടല്ലോ, ഒരുപാട് വീഡിയോസ് വരാനുണ്ട് ജേർണലിങ്ങിൽ. അപ്പോൾ അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ്.